വയസ്സ് പ്രായമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ മോഹൻലാൽ സാറിൻ്റെ അടുത്ത് ആദ്യം വണ്ടി ഓടിക്കാൻ പോയതാണ്. ഞാൻ വണ്ടി ഓടിക്കാൻ പോയി ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ ഞാൻ ലാൽ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, സാർ എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഓർക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ലാൽ സാർ എന്താ ആൻ്റണി ഇങ്ങനെ ചോദിക്കുന്നത്, നമ്മൾ ഇത്രയും ദിവസത്തെ പരിചയമുള്ളവരല്ലേ? തീർച്ചയായിട്ടും ഞാൻ ആൻ്റണീനെ എൻ്റെ ഓർമ്മയിലുണ്ടാകുമെന്ന്. അങ്ങനെ ഷേഖാൻ്റെ അടുത്ത് ഞാൻ പോയി. കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു മാസത്തിന് ശേഷം ഞാനും എൻ്റെ സുഹൃത്ത് വലയം കൂടി മോഹൻലാൽ സാറിൻ്റെ ഒരു ഷൂട്ടിംഗ് കാണാൻ ചെന്നത് 3-ാം മുറ എന്ന് പറയുന്ന ഷൂട്ടിങ്ങാണ്. അപ്പോൾ ആ ഷൂട്ടിംഗ് സ്ഥലത്ത് ഭയങ്കര ക്രൗഡും ആൾക്കാരും അകത്തേക്ക് കയറാൻ പറ്റാത്ത പോലെ ഒരു സ്ഥലത്ത് ഞാൻ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ലാൽ സാർ എപ്പോഴാണ് എന്നെ കാണുന്നതെന്ന് നോക്കി ഞാനിങ്ങനെ ഇടയിലൂടെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഈ കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ലാൽ സാർ ആരോ ഇങ്ങോട്ട് തിരിഞ്ഞ് കൈ കാണിച്ച് വിളിക്കുന്നുണ്ട്. അപ്പം ലാൽ സാർ ഓർക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ എന്നെയാണോ സാർ വിളിക്കുന്നത്? കാരണം ഇത്രയും ഒരു മാസം കഴിഞ്ഞിട്ടും ഇത്രയും ദൂരം നിന്ന് എന്നെ കണ്ട് മനസ്സിലായോ? ആകെ ഞാനൊരു കൺഫ്യൂഷനായിരുന്നു. ഞാൻ പുറകോട്ടൊക്കെ നോക്കി. പുറകോട്ട് നോക്കുമ്പോൾ ആരെയും എന്നെ തന്നെയാണ്. അപ്പം ഞാൻ ചോദിച്ചു, സാർ എന്നെയാണോ എന്ന് ചോദിച്ചു. ആൻ്റണീനാണെന്ന്. അങ്ങനെ ഞാൻ പരിസരം മറന്ന് ഓടുമ്പോൾ ഒരു ഫീൽഡ് എന്തോ ആയിരുന്നു തോന്നുന്നു. ഞാൻ ഓടിപ്പോകുന്ന സമയത്ത് ഈ പ്രൊഡക്ഷൻ മാനേജർമാർ വന്നിട്ട് എന്നെ ഇങ്ങനെ തടയാൻ വന്നപ്പോൾ ലാൽ സാർ അവിടെ നിന്ന് പോരെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ സമയത്ത് എന്താ അവിടെ എന്ന് ചോദിച്ച് കുറച്ച് വർത്തമാനം പറഞ്ഞു. നമ്മൾ വേറൊരു അവസ്ഥയിലായിരുന്നു. അവിടെ നിന്ന് ശരിക്കും ഞാൻ തിരിച്ചു വന്ന് ഞാൻ ഓടിച്ചുകൊണ്ടിരുന്ന വാഹനം എടുത്ത് ലാൽ സാർ ചെല്ലാൻ പറഞ്ഞ് ഞാൻ ആ ഷൂട്ടിംഗ് മൊത്തം തീരുന്നതുവരെ ലാൽ സാറിൻ്റെ കൂടെ വീണ്ടും ജോലി ചെയ്തു. ആ ജോലി ചെയ്ത് ഞാൻ തിരിച്ച് പോരുന്ന സമയത്ത് ലാൽ സാർ എന്നോട് ചോദിച്ചത്, ആൻ്റണി എൻ്റെ കൂടെ പോരെ എന്നാണ്. എൻ്റെ എല്ലാ നന്മയുടെയും പുറകിൽ ആൻ്റണി പെരുമ്പാവൂർ എന്നുള്ളൊരു വ്യക്തിയുണ്ട്. അത് സത്യമാണ്. ആ സത്യത്തെ ഞാൻ മാനിക്കുന്നു. ലാൽ സാറിന് നമ്മളിപ്പോൾ നരസിംഹം എന്ന് പറഞ്ഞ സിനിമയുള്ള ഞാൻ ആദ്യമായിട്ട് എടുത്തത്. ആ സിനിമ എടുക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ലാൽ സാറ് നമ്മളെ ഒരു സിനിമ എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ എടുത്തതാണ്. അല്ലാതെ ഒരിക്കലും നമ്മളൊരു സിനിമ എടുക്കാനോ, കാര്യം ഈ നിർമ്മാതാക്കളുടെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ദൂരെ നിന്ന് വളരെ എന്ന് പറഞ്ഞാൽ എത്രയോ വർഷമായിട്ട്, എനിക്ക് 17 വർഷങ്ങളായിട്ടുണ്ടാവും ലാൽ സാറിൻ്റെ എല്ലാ നിർമ്മാതാക്കളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വളരുന്ന ഒരാളായതുകൊണ്ട് അങ്ങനെ ഒരു സിനിമ എടുക്കാൻ പറ്റുമെന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചില്ല. അപ്പോൾ ശരിക്കും ലാൽ സാറിൻ്റെ ഒരു പിൻബലം, ലാൽ സാറ് നമ്മുടെ പുറകിലുണ്ട് എന്ന് തോന്നുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് സിനിമ എടുക്കാൻ തന്നെ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ സിനിമ എടുക്കില്ല എന്ന് തന്നെ. അതിനുശേഷമാണ് ഞാൻ പ്രൊഡക്ഷൻ കാര്യങ്ങളിലേക്കൊക്കെ മാറുകയും അതുപോലത്തെ ഒരു സാഹചര്യത്തിലേക്ക് എന്നെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തത് ശരിക്കും മോഹൻലാൽ സാർ. ഇത്രയും സിനിമകൾ എടുക്കാൻ പാകത്തിന് പ്രാപ്തനാക്കി എന്നെ ഈ നിലയിൽ എത്തിച്ചിരിക്കുന്നത് ശരിക്കും മോഹൻലാൽ സാർ. എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് സിനിമ അഭിനയിക്കാൻ മാത്രമേ അറിയാവുള്ളൂ. എൻ്റെ ഒരുപാട് ബാക്കി കാര്യങ്ങളുണ്ടല്ലോ ഒരു മനുഷ്യന്. അത്തരം കാര്യങ്ങളൊന്നും ഞാൻ വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളല്ല. അപ്പോൾ ലാൽ സാറിനെ വെച്ചിട്ട് മാത്രം വെച്ച് സിനിമ ചെയ്ത ഒരാളെ ഞാൻ മാത്രമായിരിക്കും. നോർമലി മലയാളത്തിന് ആലോചിക്കാൻ പറ്റാത്ത പോലുള്ള ഒരു സിറ്റുവേഷനും സാമ്പത്തിക ഫ്ലോയും ഒക്കെ വേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും മോഹൻലാൽ സാറിനെ പോലെ ഒരാളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നിൽക്കാൻ പറ്റൂ. അതെനിക്ക് എല്ലാ കാലത്തും തന്നിട്ടുള്ള ആളാണ്. അത് എന്താ പറയുക, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നു, കാരണം എൻ്റെ സ്ട്രെങ്ത്, എൻ്റെ എല്ലാം മോഹൻലാൽ സാർ. മടുപ്പെന്ന് പറയുന്നത് അത് 31 വർഷത്തോളമായി ഞാൻ മോഹൻലാൽ സാറിൻ്റെ കൂടെ നടക്കും. അപ്പോൾ ശരിക്കും നമ്മൾ ആദ്യത്തെ ദിവസത്തെ സ്നേഹത്തിൽ തന്നെയാണ് ഞാൻ ഇന്നും ലാൽ സാറിൻ്റെ കൂടെ. അതിനെനിക്ക് സാധിക്കുന്നത് ലാൽ സാർ എന്ന് പറയുന്ന ഒരാളുടെ സ്നേഹം തന്നെ. ഞാൻ ഒരു കഥ കേൾക്കുമ്പോൾ എനിക്ക് മോഹൻലാൽ സാറ് ആ സിനിമയിൽ ആ കഥയുടെ തുടക്കം മുതൽ അവസാനം വരെ മോഹൻലാൽ സാർ ആ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് എന്നിലെ പ്രേക്ഷകർ എനിക്ക് തൃപ്തി തരുന്ന ഒരു സിനിമയാണ് അതെന്ന് തോന്നുന്ന സമയത്ത് എനിക്ക് ആ സിനിമ നിർമ്മിക്കാം എന്ന് തോന്നുക സാധാരണ. ഞാനായി എന്ന് പറയുന്നതല്ല, എന്നെ കൊണ്ടുവന്നതാണ്.